സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതാക്കണ്. നമുക്ക് ഇന്നൊരു കുടിരിക്കലുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കാൻ കേട്ടോ. ഒരുങ്ങി പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുക. അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ ഇതാ ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. അതായത് ഇന്നലെയായിരുന്നു കുടിരിക്കൽ, 18-ാം തീയതി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാലപ്പറ്റേന്ന് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലപ്പറ്റ ഇവിടെ പന്നിപ്പാറ ഓഡിറ്റോറിയത്തിൻ്റെ കുറച്ചങ്ങോട്ട് മേലേക്ക് ഇങ്ങോട്ട് കയറി പോകുമ്പോഴാണ് ഓരോ വീട്. അപ്പോൾ അങ്ങോട്ട് എന്താ കാക്കരിച്ചിക്കുന്നോ അങ്ങനെ എന്തോ പറയും സ്ഥലപ്പേര്, ശരിയായ രീതിയിൽ എനിക്കും അറിയില്ല കേട്ടോ. അങ്ങനെ പേര് കേട്ടത്. അങ്ങനെ ഇതാ കുറച്ച് കയറ്റുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിൽക്കി, ഞാനും വിഷ്ണു ഒന്ന് നടന്നു വരാം, നിങ്ങൾ കുറച്ച് വണ്ടി കൊണ്ട് അങ്ങോട്ട് പോയിക്കോളേ എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ പോലും കുറച്ച് മുന്നിലെത്തിയാൽ പിന്നെയും ഞങ്ങൾ വണ്ടിയിൽ യാത്രയായി. ഇവിടെ ഞാൻ ഒളിച്ചൊന്നുമില്ലേ. അങ്ങനെ ഇതാക്കണം ഞങ്ങൾ ഓലെ വീട്ടിലെത്തിട്ടോ. അപ്പോൾ കുറച്ചങ്ങോട്ട് പോകാനുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് ഓലെ വീട്. ഇതിൻ്റെ താഴെ, റോഡിൻ്റെ താഴെയാണ് ചോറിനണ പന്തലൊക്കെ കേട്ടോ. അപ്പോൾ ഓളിനോട് 2 ദിവസം മുന്നേ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു, വീഡിയോയിൽ ഞങ്ങളൊന്നും ഉൾപ്പെടുത്തരുത് കേട്ടോ, വീട് ഈ വേണമെങ്കിൽ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു. പക്ഷെ ഓൾക്കാണെങ്കിൽ ഭയങ്കര മടി കേട്ടോ വീഡിയോയിൽ നിൽക്കാനും വേണ്ടി. ആ ചോപ്പ് ഷർട്ട് ഇട്ടതാണ് കേട്ടോ ഓളെ ഭർത്താവ്. അപ്പോൾ ഓളെ തറവാട് ഇതിൻ്റെ കുറച്ച് മേലായിട്ടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു, വെള്ളം കുടിച്ചതിന് ശേഷം ഓള് പറഞ്ഞു ചോറിൻ്റെ ഉള്ളിൽ പോയി എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വീട്ടിലൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ ചോറുണ്ണാൻ വേണ്ടി പോയി. അങ്ങനെ ഇതാ നെയ്ച്ചോറും കടായിയൊക്കെയാണ് കേട്ടോ. സംഗതി ഉഷാറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ചോറും ചിക്കനൊക്കെ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ വിളമ്പി ചോറുണ്ണാൻ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോഴത്തെ വെയിലിൻ്റെ അവസ്ഥ കണ്ടുകൂടെ, ഭയങ്കര ചൂടല്ല അതിൻ്റെ ഇടയിൽ കൂടെ നെയ്ച്ചോറും കോഴിയൊക്കെ എന്ന് പറഞ്ഞാൽ. ചൂടാണ് എന്നൊക്കെ പറയും, പക്ഷെ അവിടെ അധികം തിന്നിടത് നെയ്ച്ചോറും കോഴിയും ബിരിയാണി ചിക്കൻ്റെ വിഭവങ്ങൾ തന്നെ ആവൂലേ. ചൂടായാലും തിന്നും ഏതായാലും. അപ്പോൾ നമ്മളെ കൂട്ടുകാരത്തി എന്ന് പറഞ്ഞാൽ ഒപ്പം പഠിച്ചതാണ് കേട്ടോ. എടവണ്ണ GHSലായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത്. ഞങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഉണ്ട് കോണ്ടാക്റ്റ്. 2-3 കൂട്ടുകാരത്തികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും വിളിക്കുന്നത്. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമല്ലേ അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നാൽ പിന്നെ ഓലെ കാണാൻ വഴിയായി കേട്ടോ. അപ്പോൾ ഇതൊരു ഏട്ടനാണ്. ഈ ഏട്ടൻ പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കില്ല ചോദിച്ചു. ആ വീഡിയോ എടുക്കുന്നുണ്ട്, ഇടക്കും തലക്കൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വിളിക്കല്ലോ. അങ്ങനെ ഞങ്ങൾ ചോറിട്ടൊക്കെ കഴിഞ്ഞ് പോരുന്ന സമയത്താണ് അജിഷേനെയും സുജിലാനെയും കണ്ടത്. പടച്ചമ്പരനെ സ്കൂൾ പഠിച്ച ഒപ്പം പഠിച്ച കൂട്ടുകാരത്തികളാണ് കേട്ടോ. കണ്ടപ്പോൾ എവിടെ ഇല്ലാത്ത സന്തോഷം, എന്ത് പറയണമെന്നറിയില്ല മക്കളെ. സത്യം പറഞ്ഞാൽ ഫോൺ വിളിക്കലുണ്ട്, മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ, പക്ഷെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെ അല്ലേ. പോവായില്ലേ. അപ്പം നമ്മളെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൂടി കേട്ടോ. ഏട്ടൻ്റെ പേരെന്താ? ബാബു. അങ്ങനെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബറെ കണ്ടുമുട്ടാനിട വന്നിട്ടോ. കുറേ വർത്താനൊക്കെ പറഞ്ഞു, വീഡിയോ കാണലുണ്ട്. പിന്നെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ. ഒരു ഹായ് കൊടുത്തോ. അതിൻ്റെ പേര് പറ. അശ്വിൻ്റെ എത്രയല്ല ഞങ്ങൾക്ക് കാണാം. അങ്ങനെ ഈ മോനും നമ്മളൊരു ആരാധകൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓൻ്റെ അമ്മ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കാണലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തമ്മിൽ വർത്താനം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അന്നത്തെ വീഡിയോയിൽ ഞാൻ എന്നെ കാണും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കും സന്തോഷമായിട്ടോ. ഓനക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, നമ്മളെ കണ്ട കൂട്ടുകാർക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെ അല്ലേ. അങ്ങനെ ഇതാ ഞങ്ങൾ ചോറിയിട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് ഓലെ വീട്ടിൽ കയറി ഇവിടെ ഇങ്ങനെ കസാരയിൽ ഇരിക്കണ ഒരു സമയമാട്ടോ അത്. അപ്പോൾ അജിഷയും സുജിലും ചോറ് തിന്നുന്നുണ്ട് അവിടെ. അപ്പോൾ ഓല് ചോറിട്ട് കഴിഞ്ഞിട്ട് വരാം, ഇവിടെ വെയിറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫോണിൽ കൂടെ വിളിച്ചാലും പറഞ്ഞാലും ഇനിയും പറയാനുണ്ടാവില്ല നേരിട്ട് കാണുമ്പോൾ. അതെന്തായാലും നമ്മളെ സ്കൂൾ ഫ്രണ്ടാണ് കേട്ടോ ഓല് രണ്ടാളും. പിന്നെ സുജിത, ഇവള് വീട്ടുകാരത്തി സുജിത ആണ് കേട്ടോ അവളെ പേര്. അപ്പോൾ ഓളിനോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തരുത്, ഞാൻ വീഡിയോയിലുണ്ടെങ്കിൽ ഇന്നെ ഡിലീറ്റ് ആക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. അജിഷക്കും സുജിലക്കും അങ്ങനെ തന്നെ, പൊതുവേ അങ്ങനെ തന്നെ അല്ലേ, എല്ലാവർക്കും ഒരു മടി തന്നെ ആവും. കാരണം
ആദ്യമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. വീഡിയോയിൽ ആദ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടി തന്നെയായിരുന്നു കേട്ടോ. മുഖം കാണിക്കാതെയായിരുന്നു ഞാൻ തുടക്കത്തിലൊക്കെ വീഡിയോ എടുത്തേന്നത്. പിന്നേക്ക് നമ്മളെ കൂട്ടുകാരെന്നെ പറഞ്ഞു മുഖം ഒന്ന് കാണിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ മുഖം കാണിക്കൽ തുടങ്ങി. അങ്ങനെ ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുമോ ഇല്ലെന്ന് എനിക്കറിയില്ല മക്കളെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ എന്താ കാര്യം നേരത്തെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കുറേ കൂട്ടുകാർ ഞങ്ങളെ കണ്ടു വർത്തമാനം പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. വിഷ്ണുവാൻ്റെ മുടി വെട്ടിയത് അടിപൊളിയായിക്കണ്, ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓനും ഭയങ്കര സന്തോഷമായിട്ടോ. ഓന് മുടി വളർത്തുക എന്നുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഓന് ഡാൻസ് കളിക്കുന്ന കാര്യത്തിൽ ഡാൻസ് പഠിക്കുകൊണ്ട് തന്നെ പഠിക്കാറിന് ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൂടലുണ്ട് കേട്ടോ. അങ്ങനെ കളിക്കുമ്പോൾ ഓന് മുടി ആവശ്യമാണ്. ഡാൻസ് കളിക്കുമ്പോൾ മുടി കുലുങ്ങുമല്ലോ, അപ്പോൾ എനിക്ക് മുടി വേണമെന്ന് പറയലുണ്ട് കേട്ടോ. അങ്ങനെ വളർത്തിയതെന്ന് മോന്. അപ്പോൾ ഞാൻ അതിലങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ വേറെ വിളിക്കല്ല, അജീഷയും സുജിലയും വന്നിട്ടുണ്ട്. അപ്പോൾ സുജിതാനെ ഇവിടെ കണ്ടു. സുജിത പറയുന്നുണ്ട് ഇന്ന വീഡിയോയിൽ നിന്ന് ഒഴിവാക്കി, ഞങ്ങൾ ഓലിങ്ങോട്ട് മുന്നിക്കേ തിരിയണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഇനിയിപ്പോൾ വീഡിയോ എടുക്കില്ല, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വീഡിയോ ഒന്ന് ഒഴിവാക്കിട്ടോ. കാരണം വീഡിയോ എടുക്കൽ നിർത്തി. എന്താ നിൽക്കാത്തതിൻ്റെ കാരണം പറഞ്ഞാൽ മടിയാണ്, ഭയങ്കര മടി. എൻ്റെ ഒരു കാര്യം പറഞ്ഞില്ല എന്നാൽ പോലെ തന്നെ ഓൽക്ക്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനും നിന്നില്ല. ഞങ്ങൾ ഓലെ തറവാട്ടിൽ പോയി കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ പുറപ്പെട്ടു. അപ്പോൾ സമയം ഒരു 2:30-3 മണി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയാരെയാണ് കേട്ടോ വീഡിയോ എടുത്തത്. പിന്നെ ഓലെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല, മടിയല്ലേ. അങ്ങനെ ഇതാ വീട്ടിലെത്തി. ഇനി വീട്ടിലത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. പിന്നെ വീടിൻ്റെ ഉള്ളൊന്നും വീഡിയോ എടുക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എല്ലാവർക്കും വീഡിയോ എടുക്കണത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നും ഉണ്ടാവില്ലല്ലോ. ചിലവർക്ക് മടി ഉണ്ടാവും, ചിലവർക്ക് ഇഷ്ടപ്പെടായ്മ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാത്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്താണ് പിന്നെ വീട്ടിലെത്തിയാരെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അതൊന്നും ആകൂല, ഒരു കരിഞ്ഞ മണം വരികയല്ലേ. ഞാനെങ്കിൽ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല അങ്ങോട്ടില്ല. എന്തത് അവ എന്തൊക്കെ കുട്ടികളെ കാലമത്താ ഒരു ടാറ്റ കൊടുത്ത് പോയിക്കോ. പായമ്പൊരി ഉണ്ട് അവിടെ, വേണമെങ്കിൽ തിന്നോ. ഒക്കെ കഴിഞ്ഞോ അമ്മ? നിങ്ങളെ അച്ഛൻ കണ്ടിട്ട് കൊറേ നേരമായോ? നിങ്ങളൊന്ന് പോയി അച്ഛനെ കണ്ടാടി. എപ്പണ്ട് എയിലെ പോയി വായിക്കാനോ? അത് ഓന് ഇരിക്കാൻ ഉണ്ടാക്കിയതാണോ? ആ കത് കട്ടില പോന്നിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇരിക്കേണ്ടി വരൂല. കട്ടിൽമൊന്നല്ല നീക്കും ഞാൻ നീക്കാം മേലെ എഴുതി തരാം. നീച്ചാ അതെന്താ ഇങ്ങനെ കണ്ടത്? ജഗതി കണ്ണിനോടൊക്കെ ഒരു താളം. വിഷ്ണു ഇതാരുടെ ഫ്ലാസ്ക് അറിയോ? ഇതാര വാങ്ങി അറിയോ? ഏതമ്മ? അച്ഛനൊക്കെ അല്ലേ അനക്കറിയോ ഈ ഫ്ലാസ്ക് വാങ്ങിയത്? എന്തിനത് വാങ്ങിന്നെ? ചായ ഇതൊക്കെ ചൂടാകുമ്പോ നമുക്ക് അവിടെ കുറച്ചേരം ഇരിക്കുക അടിപൊളി ഇരിക്കരുത്. എവിടുക്കാണ് അതിനെയും കൊണ്ട് പോണ വിഷ്ണു? നല്ല സുഖണ്ട്. അച്ഛൻ എപ്പോഴെങ്കിലും ഒരു ആഗ്രഹമാണ് പത്രം വായിക്കണമെന്ന്. അപ്പം അമ്മ അതേപോലെ കുറച്ച് പത്രമൊക്കെ കൊണ്ടുവന്ന് കൂട്ടോ. പീടിയെന്നൊക്കെ വാങ്ങേണ്ടത് ഇന്നത്തല്ല, പഴയതാണ് കേട്ടോ. ഇനി അച്ഛൻ എടുത്തു കൊടുക്കും. അച്ഛൻ അതിങ്ങനെ വായിച്ചിരിക്കും. ഇനി വെള്ളം തിളച്ച് കാണാമ്മ. നിങ്ങൾ പറയണ്ടേ ഇതൊക്കെ വെള്ളമാക്കി വെക്കണമെന്ന്? ഞാൻ മറന്നിക്കണേ. ചായക്കല്ല, അത് ഫ്ലാസ്കൊക്കെയുള്ള വെള്ളമാക്കി വെക്കട്ടെ. അപ്പോൾ രാവിലെ നീച്ച് താട്ടന് ഫ്ലാസ്കിൽ വെള്ളമാക്കി വെച്ച് കാണും. അപ്പോൾ ഓന് നേരം വെളുത്ത് നീച്ച് ചായ കുടിക്കണത് ഈ ഫ്ലാസ്കത്തെ
ചൂടുവെള്ളം കൊണ്ട് നുള്ളിൽ ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കിയാണ്ട് ഓൻ ചായ കുടിക്കും. പിന്നെ അമ്മ എണീറ്റ് ചായ ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അത് തിളച്ചിണ് ഞാൻ എനിക്ക് വെള്ളം ഒഴിക്കട്ടെ, ചൂടുവെള്ളം. പിന്നെ ചൂടുവെള്ളമായി ചായക്ക് വേണ്ടവർക്ക് അത് കൊടുക്കാം. വെണ്ണീര് പാറിയിട്ടേ. അപ്പോൾ രാത്രിയത്തെ വിശേഷങ്ങളും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ല. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ, വ്യാഴാഴ്ച. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഫ്ലാസ്കൊക്കെ വെള്ളമാക്കിയാണ്ട് കൊണ്ടുപോയേക്കട്ടെ. ഇനിയിപ്പോൾ താട്ടന് രാവിലെ എണീറ്റ് ചായ വേണം വെച്ചാൽ ചായ ആയിട്ടില്ലെങ്കിൽ ആ സമയത്ത് ചായ ആയാലും ചുടുവെള്ളമായാലും അതിൽ നിന്ന് എടുത്ത് കുടിക്കാമല്ലോ. പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ കുടിർക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും സമയം കുറച്ചായല്ലോ. അപ്പോൾ മക്കളെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബായ്.